സന്തോഷമായിരിക്കുമ്പോൾ സമയം പറന്നു പോകണ പോലെ തോന്നും. സങ്കടം ദുഃഖമുള്ളപ്പോഴോ പതുക്കനെ ഇഴഞ്ഞ് അരിച്ചേ പോകണുള്ളൂ തോന്നും. ഇതാണ് മനഃശാസ്ത്രം. അങ്ങനെയാണെങ്കിൽ ദേവഹൂതിക്ക് കർദമനോടുകൂടിയുള്ള ദാമ്പത്യ ജീവിതം 100 വർഷം ജീവിച്ചത് ഒരു ഞൊടിയിട പോലെ തോന്നിയെന്ന് പറഞ്ഞ എന്താ അർത്ഥം? അത്രയും ഹൃദ്യമായിരുന്നു ആ ദാമ്പത്യ ജീവിതം, അല്ലേ? അത്രയും സംതൃപ്തികരമായിരുന്നു എന്നർത്ഥം. നോക്കണം, ഇങ്ങനെയൊക്കെ ദാമ്പത്യ ജീവിതം നയിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ നയിച്ച ആൾക്കാർക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഈ ഭാഗവതമൊക്കെ കേട്ടിട്ട് ഒന്ന് ആത്മപരിശോധന ചെയ്താൽ കൊള്ളാം. വരും തലമുറയ്ക്കൊക്കെ പകർന്നു കൊടുത്താൽ കൊള്ളാം എന്നർത്ഥം. ആട്ടെ, അവർ വിമാനം താഴെ ഇറങ്ങി, കൊട്ടാരം താഴെ ഇറങ്ങി. 9 കന്യകമാരുണ്ടായി. ഭഗവാൻ പറഞ്ഞ മാതിരി 9 പെൺകുട്ടികളുണ്ടായി. അവരൊക്കെ അവരുടെ യോഗപ്രഭാവം കൊണ്ട് വളർന്നു, യൗവനയുക്തയായി വിവാഹപ്രായമായി. ആ സമയത്ത് ആ ദേവഹൂതിയുടെ ഉള്ളിലെ വിഷയവാസനകൾ തീർന്നുല്ലോ ഈ 100 കൊല്ലത്തെ ദാമ്പത്യം കൊണ്ട്. ആ ദാമ്പത്യവാസന തീർന്നപ്പോഴോ ആ ഉള്ളിൽ കുട്ടിക്കാലത്ത് അച്ഛൻ പറഞ്ഞ് പഠിപ്പിച്ച് നാമം ജീവിപ്പിച്ചും സത്സംഗത്തിലൂടെയൊക്കെ വളർത്തിയിട്ടുള്ള അധ്യാത്മ സംസ്കാരം ഉണർന്നു. ഇതെല്ലാവരുടെ ഉള്ളിലുണ്ട് ഈ 2 സംസ്കാരം. ആ സംസ്കാരം വളർന്നപ്പോഴോ ആ ദേവഹൂതി ഭർത്താവിൻ്റെ വാക്കിനെ ഓർമ്മിച്ചു. സന്തതി ഉണ്ടാവണവരെ മാത്രമേ ഗൃഹസ്ഥാശ്രമിയായി തുടരുള്ളൂ ഞാനെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പരിവ്രാജകൻ ആയിട്ട് സന്യാസിയായിട്ട് പോകുമെന്നാണ് പറഞ്ഞിരിക്കണേ. 1ന് 9 സന്തതികളുണ്ടായില്ലേ? എൻ്റെ ഭർത്താവ് മഹാത്മാവാണ്, അദ്ദേഹം സത്യസങ്കല്പനാണ്, അദ്ദേഹം പറഞ്ഞ മാതിരി ചെയ്യാണ്ടിരിക്കില്ല. അങ്ങനെ അദ്ദേഹം പോയി എന്ന് വിചാരിച്ചാൽ പിന്നെ ഈ കുട്ടികളുടെ വിവാഹം ആര് നടത്തും? അത് മാത്രമല്ല, അതിനേക്കാൾ പ്രധാനപ്പെട്ടൊരു സംഗതി ദേവഹൂതിക്ക് ഓർമ്മ വന്നു. അല്ല, നോക്കണേ, എന്തൊരു കഷ്ടമായിപ്പോയി. എന്താ എനിക്ക് കിട്ടിയൊരു ഭാഗ്യം? ഇതുപോലൊരു ഭാഗ്യം ഈ ലോകത്തിൽ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? സങ്കോയ സംസ്കൃതേർ ഹേതു അസൽസു വിഹിതോധിയ സയേവ സാധുഷുകൃതോ നിസ്സംഗത്വായ കൽപ്പതയെന്ന് ഞാൻ കുട്ടിക്കാലത്തെ സത്സംഗത്തിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്ത്? സംസർഗം, കൂട്ടുകെട്ടാണത്രേ ഒരാളുടെ ഉയർച്ചയ്ക്കും പതനത്തിനും കാരണം. അസജ്ജനങ്ങളോട്, ദുർജനങ്ങളോടുള്ള സംസർഗം കൊണ്ട് നമുക്ക് അധപ്പതനം ഉണ്ടാവും. എന്നാലോ സജ്ജന സംസർഗം കൊണ്ട് എല്ലാ ദുർവാസനകളും നീങ്ങി മനസ്സിനെ സത്യസ്വരൂപനായ ഭഗവാനിലേക്ക് ഉയർത്താൻ സാധിക്കും എന്നൊക്കെ കുട്ടിക്കാലം മുതലേ നാരദാദി മഹർഷിമാരും സത്സംഗത്തിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട് ദേവി. അങ്ങനെയാണെങ്കിൽ എനിക്കിപ്പോൾ കിട്ടിയ എത്ര സൗഭാഗ്യ! 10,000 കൊല്ലം ഭഗവാനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി വരം വാങ്ങിയ ഒരു മഹാത്മാവല്ലേ? വലിയൊരു യോഗീശ്വരനെ എനിക്ക് കിട്ടിയിട്ട് ഇതിനേക്കാൾ വലിയൊരു മഹാത്മാവ് ഉണ്ടാവാനില്ല. ആ മഹാത്മാവിനെ ഞാൻ സേവിച്ചിട്ട് വെറും 100 കൊല്ലത്തെ ശാരീരിക സുഖമാണല്ലോ അദ്ദേഹത്തിനോട് ചോദിച്ചത്. ഭഗവത് പ്രാപ്തിക്കുള്ളതായ മാർഗം അനുഷ്ഠാനം ചോദിക്കാൻ തോന്നിയില്ലല്ലോ. നൂനം ഭഗവതോ വഞ്ചിത മായ ദൃഢം. തീർച്ചയായിട്ടും ഭഗവാന്റെ മായ എന്നെ പറ്റിച്ചു കളഞ്ഞു, ഇതുകൊണ്ടാണ് എനിക്കിങ്ങനെ തോന്നിയത് എന്നൊക്കെ ദേവിക്ക് തിരിച്ചറിവുണ്ടായി. ഒരു പശ്ചാത്താപത്തോടെയോ കുറ്റഭാവത്തോടെയോ ഭർത്താവിൻ്റെ കാൽക്ക പോയി വീണ് നമസ്കരിച്ചതൊക്കെ പറഞ്ഞു. അങ്ങ് പോകും, എനിക്കറിയാം, ഈ കുട്ടികളുടെ വിവാഹം നടത്തണം, അങ്ങ് പോയ എനിക്ക് ഭഗവത് പ്രാപ്തിക്കുള്ള മാർഗം ആരാ പിന്നെ പറഞ്ഞു തരാൻ എന്നൊക്കെ പ്രാർത്ഥിച്ചപ്പോൾ ദേവിയോട് പറഞ്ഞു, മാ ഖിതോ രാജബുദ്ധിദ്ധം, നീ ഇങ്ങനെ സ്വയം നിന്ദിക്കാൻ പാടില്ല. വാസ്തവത്തിൽ ഇതൊക്കെ ആവശ്യമായിരുന്നു എൻ്റെ ഉള്ളിൽ ഈ അധ്യാത്മ സംസ്കാരം ഉണരാൻ. അപ്പോഴാണത് പ്രബലമായത്. ആട്ടെ, ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ നമ്മുടെ ഉണ്ണിയായി വരാമെന്ന്. ഇത്രയും കാലം വിഷയജീവിതം നയിച്ചതല്ലേ 100 കൊല്ലം. അതുകൊണ്ട് 1 വർഷക്കാലം തപോനിഷ്ഠമായൊരു ജീവിതം നീ നയിക്കൂ, ഭഗവാൻ നമുക്ക് ഉണ്ണിയായിട്ട് വരുന്നു. പിന്നെ 1 വർഷം വ്രതനിഷ്ഠയോടുകൂടി ദേവഹൂതി ഭഗവാനെ സ്മരിച്ചുകൊണ്ടും ഭഗവത് ജപം മന്ത്രജപം ചെയ്തുകൊണ്ടും അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ കർദമവീര്യത്തിലൂടെ ഭഗവാൻ ദേവഹൂതിയുടെ പുത്രനായി അവതാരമെടുത്തു. അതാണ് കപില വാസുദേവൻ, കപിലാവതാരം. ബ്രഹ്മാദി ദേവതകളൊക്കെ ആകാശത്ത് നിന്ന് പുഷ്പവർഷം ചെയ്തു. മാത്രമല്ല, മരീചാദി മഹർഷിമാരോടുകൂടി നേരെ കശ്യപ മഹർഷിയുടെ ആശ്രമത്തിൽ വന്ന് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ കപില ഭഗവാനെ വാഴ്ത്തി സ്തുതിച്ച് നമസ്കരിച്ച് കൃതാർത്ഥരായി. കപിലൻ എന്ന് പറഞ്ഞാൽ ഇടിമിന്നലിൻ്റെ നിറം, സ്വർണത്തിൻ്റെ നിറം എന്നൊക്കെ അർത്ഥം. അത്ര സുന്ദരമായ നിറമായിരുന്നു ഭഗവാന്റെ. വാസുദേവനാരാ? എല്ലാത്തിലും വസിക്കുന്നവൻ, എല്ലാവരിലും വസിക്കുന്നവൻ. എല്ലാം എവനിൽ വസിക്കുന്നുവോ അവൻ വാസുദേവൻ, എല്ലാവരിലും യവൻ വസിക്കുന്നുവോ അവനും വാസുദേവൻ. വാസനാത് വാസുദേവസ്യ വാസിതം ഭുവനത്രയം സർവഭൂത നിവാസോസി വാസുദേവ നമോസ്തുതേ എന്ന് വാസുദേവൻ്റെ പദത്തിന് അർത്ഥമൊക്കെ കൊടുത്തിട്ടുണ്ട്. സർവചരാചരങ്ങളിലും വസിക്കുന്നു. എങ്ങനെ? ആത്മസ്വരൂപമായി, ബോധചൈതന്യമായി. സർവഭൂതങ്ങളിലും അവനിൽ വസിക്കുന്നു. എങ്ങനെ? ഉണ്മയിൽ, എക്സിസ്റ്റൻസിലല്ലേ എല്ലാം നിൽക്കുന്നത്, അത് ഭഗവാനാണ്. അപ്പോൾ അസത്തയായും ചിത്തായും അല്ലേ, എല്ലാ വസ്തുക്കളിലും ഉണ്മയായും ജീവജാലങ്ങളിലൊക്കെ ബോധമായും ചൈതന്യമായും കുടികൊള്ളുന്നവനാണ് വാസുദേവൻ. ആ സാക്ഷാൽ പരമാത്മാനർത്ഥം. ആ പരമാത്മാവാണ് നിങ്ങളുടെ ഈ മകൻ എന്നാണ് ബ്രഹ്മാവ് പറഞ്ഞത്. ഈ പെൺകുട്ടികളുടെ വിവാഹ കാര്യമേ ഇവർക്ക് ആലോചിക്കേണ്ടി വന്നത്. നോക്കൂ, മുത്തശ്ശൻ തന്നെ വരന്മാരെയും കൊണ്ടാ വന്നിക്കണേ. നേരത്തെ ഉണ്ടായിട്ടില്ല, മരീചാതി മഹർഷിമാർ 9 പേരെ കൂട്ടിയിട്ട് വന്നു. എന്നിട്ടോ
കലയെ വിളിച്ചു, കലയെ മരീചിക്ക്, അത്രയ്ക്കാണ് അസൂയെ. ഇങ്ങനെ ഓരോരുത്തർ വിവാഹം കഴിച്ചു കൊടുത്തു. ആ ഭാരം അവർക്ക് അറിയേണ്ടി വന്നില്ല. നോക്കണം, കുടുംബജീവിതം എത്ര ആനന്ദമായി ആഹ്ലാദമായി കഴിഞ്ഞു. മഹാന്മാരായ കുട്ടികളുണ്ടായി, അവരൊക്കെ മഹർഷിമാർ വിവാഹം കഴിച്ച് അവരിലൊക്കെ വലിയ വലിയ ലോകാനുഗ്രഹം ചെയ്യുന്ന മഹത് വ്യക്തികളുണ്ടായി. ഇങ്ങനെയല്ലേ ഒരു ഗൃഹസ്ഥൻ്റെ കുടുംബജീവിതം ധന്യമാക്കേണ്ടത്?